ഇന്ന് ഹോസ്റ്റലിലെ ഒരു വാട്ടായി ഈറ്റിൻ്റെയാണ്. ഒരുപാട് പ്രതീക്ഷകളുടെയാണ് രാവിലെ കഴിക്കാൻ പോയതെങ്കിൽ അവിടെ ചെന്നപ്പോൾ പുലാവായിരുന്നു. പുലാവിൻ്റെ കൂടെ എന്തോ ഒരു ചാറുകറി. ഈ മെസ്സിൽ മാത്രം എന്താ ഇങ്ങനെ ഫുഡ് വരുന്നതെന്ന് അറിയത്തില്ല. എല്ലാ നേരത്തെ ഫുഡ് ഇങ്ങനെ തന്നെയാണ്, ഒന്നിനും കൊള്ളില്ല. നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്ത കുറേ ഫുഡുകളാണ് ഇവിടെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കിട്ടണതല്ലേ കഴിക്കാൻ പറ്റൂ, വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും അതെടുത്ത് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ പാക്കറ്റിൽ നിന്ന് ഒരു കേക്കൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അച്ചാറൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ച് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അച്ചാറൊക്കെ എടുത്ത് അത് കഴിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ എന്താ ഇങ്ങനെയെന്ന് അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല ഇതൊന്നും കഴിക്കാൻ. അപ്പോൾ അവിടെ ഇരുന്ന് പറയുകയാണ്, വീട്ടിലെ ഫുഡൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ എന്ത് സ്വർഗ്ഗമെന്ന്. അതെ, വീട്ടിൽ നിന്ന് വന്നപ്പോഴാണ് ഈ ഫുഡിൻ്റെ വിലയൊക്കെ മനസ്സിലായത്. ഇത് കഴിക്കാൻ ഒരു തരത്തിലും പറ്റത്തില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായി വെച്ച് കൊടുക്കുകയാണ്. എങ്ങനെയും തീർത്തിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകണമല്ലോ. അങ്ങനെ രാവിലത്തെ ഫുഡൊന്നും ശരിയാകാത്തതുകൊണ്ട് പിന്നെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുകയാണ്. അപ്പോഴാണ് ആലോചിച്ചത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരേ സ്വഭാവമുള്ള കൂട്ടുകാർ ഒരുമിച്ച് കോളേജിൽ വന്നിരുന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും വിശപ്പാണ്. പിന്നെ കുറച്ച് ടാങ്ക് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ കലക്കി കുടിച്ചു. മിച്ചർ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അപ്പോഴത്തേക്ക് ഉച്ചയായേ. ഉച്ചക്കത്തെ ഫുഡ് രാവിലത്തേക്കാ മോശം. ചോറും എന്തോ വെള്ളം പോലത്തെ കറിയൊക്കെ ആയിരുന്നു. പിന്നെ അച്ചാർ കൂട്ടി അങ്ങനെ കുറച്ച് ചോറും ഉണ്ട്. തിരിച്ച് വന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ദാഹിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ടാങ്ക് പൊടിയും കൂടി ഇരുന്നത് കലക്കി അങ്ങനെ കുടിച്ചു. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു, ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് പോകും, ഒരു ഫുഡ് പോലും കൊള്ളില്ല എന്ന്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ചായ കുടിക്കാൻ മെസ്സിലേക്ക് പോയി. ഇന്ന് ചായയുടെ കൂടെ കഴിക്കാൻ ബണ്ണായിരുന്നു മെസ്സിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകിട്ടായി. രാവിലത്തെ ഉച്ചത്തെ അനുഭവം വെച്ച് ഞങ്ങൾ മെസ്സിൽ കഴിക്കാൻ പോയില്ല, പുറത്തുനിന്ന് ഫുഡ് മേടിച്ചേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.